ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതെന്താണെന്നറിയോ, ഇതാണ് നല്ല കഞ്ഞി വെച്ച് ഞാൻ ഉച്ചയ്ക്ക് കുറേ ദിവസമായി കഞ്ഞി കുടിക്കാൻ തോന്നുന്നത്. ചെറുപയറും ഇട്ടു കേട്ടോ, ചെറുപയറിട്ടിട്ട് കഞ്ഞി വെച്ചതാണ്. ഇപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ, ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ കഞ്ഞി കുടിക്കാൻ മടിയായിരിക്കും. കൂടുതലും മറ്റേ മന്തി, അതുപോലെ ഇതൊക്കെ ഓരോ ഹോട്ടൽ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാനാണല്ലോ ഇഷ്ടം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ നിങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ പറയുകയാണ് എന്നാലും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഞ്ഞി പയറൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോട്ടീനൊക്കെ മക്കൾക്ക് കിട്ടും. അപ്പോൾ കഞ്ഞി കുടിക്കാൻ പിള്ളേർക്ക് മടിയാണ്, പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ കുടിച്ചിട്ട് ഭയങ്കര ഹെൽത്തി ആയിരുന്നായിരുന്നു അല്ലേ. നമുക്കറിയാലോ, ഇപ്പോഴും കഞ്ഞി കുടിക്കുന്നവരുണ്ട് നമ്മുടെ വീട്ടിൽ, വയസ്സായവരൊക്കെ. അപ്പോൾ പണ്ടത്തെ ശീലങ്ങളൊന്നും ആരും മറക്കാതെ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലേ. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ മക്കൾ കഞ്ഞിയൊക്കെ കുടിക്കും. എൻ്റെ മക്കളെ ഞാൻ എല്ലാം കഴിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഇവിടെ വന്നപ്പോഴാണ് കുറച്ചൊരു ഇതായത്. അപ്പം എന്നെ ഈ ഇത്രയധികം കഞ്ഞി എന്തിനാണ് ഞങ്ങൾ 3 പേർക്ക് കേട്ടോ. ഞാൻ വയ്ക്കുമ്പോൾ ഇത്തിരി കൂടുതൽ വയ്ക്കും, തികയാതാവണ്ട വെച്ചിട്ട്. അപ്പോൾ അത് നല്ല നെല്ല് കുത്തരിയുടെ കഞ്ഞി അതിൽ പയറിട്ട് വെച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മളുള്ളത് ഇതാ ഉണക്കമീനാണ് കേട്ടോ. കണ്ടോ, നല്ല നാട്ടിൽ നിന്ന് ഞാൻ കൊടുന്ന് ഉണക്കി, സ്വന്തമായി മാന്തൾ മേടിച്ച് സ്വന്തമായി ഉണക്കിയിട്ട് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഇത്തിരി ഉപ്പിട്ട് പിന്നെ ഇത്തിരി മുളകൊക്കെ തിരുമ്പിയിട്ട് ഞാനത് ഫ്രൈ ആക്കി എടുത്ത് വറുത്തു. പിന്നെ ഉള്ളത് തേങ്ങാ ചമ്മന്തിയാണ്. കണ്ട, തേങ്ങാ ചമ്മന്തി നമ്മുടെ ചുവന്നുള്ളിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഉണ്ടാക്കാറിയാമല്ലോ. ഇച്ചിരി പുളി ഇട്ടു ഞാൻ കേട്ടോ, ഒരു പുളി രസത്തിന്. പുളി ഇടാറില്ല, അങ്ങനെ ഇട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കലത്തെ. എന്തൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാലും ഈ കഞ്ഞിയുടെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. മക്കൾക്കൊക്കെ നല്ല പ്രോട്ടീനൊക്കെയാണ് ചെറുപയർ കഞ്ഞി. ഇപ്പം അധികം പയറൊന്നും ഇവിടെ ഒന്നും വേണ്ട, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ കുടിച്ചോളും. അധികമാകുമ്പോൾ ചിലപ്പോൾ ചെറുപയറൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ അതുമാത്രമല്ല, പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ സ്ഥിരം കിട്ടും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ സ്ഥിരം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് മടുപ്പായിരുന്നു. പിന്നീട് ഇപ്പോൾ ഒരു പൂതിയായി ചെറുപയർ കഴിക്കാനൊക്കെ. ഇപ്പോൾ വെറുതെ വേവിച്ച് കഴിക്കും, മുളപ്പിച്ച് കഴിക്കും, ഞാൻ ഒക്കെ ചെയ്യും. അപ്പം മക്കളെ കാര്യം പറയണ്ടല്ലോ. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അതില്ലാന്ന് തോന്നുന്നു അല്ലേ. ചെറുപയറൊന്നും ഇപ്പോൾ കഞ്ഞി ഇല്ല തോന്നുന്നു സ്കൂളിൽ. ഇപ്പം എല്ലാവരും പ്രൈവറ്റ് സ്കൂളിലൊക്കെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ കഞ്ഞീനെ നമ്മൾ കുറച്ചിതിലേക്ക് ഒഴിക്കുകയാണ്, കാരണം ചൂടാറണം. ഉച്ചയ്ക്ക് വരുമ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാൻ വരാനായി. അപ്പോൾ ഉച്ചക്കിലേക്ക് ഉള്ളത് ഇങ്ങനെ മാറ്റി വെച്ചാൽ കുറച്ച് ചൂടാറിക്കോളുമല്ലോ വരുമ്പോൾ. അപ്പോൾ 2 പേർക്കുള്ള മാറ്റി വയ്ക്കും. മോനും വരും. അപ്പോൾ അത് കാരണം നമ്മൾ 3 ആൾക്ക് വെച്ചാണ്. ഇതൊന്നും കൂടുതലാണ്, ഇനിയിപ്പോൾ തികയാതെ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. അപ്പം നിങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ, കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. പിന്നെ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നോക്കുക. പുറത്തുനിന്നുള്ളത് വേണ്ടെന്നല്ല, നമ്മൾ എന്നാലും പണ്ടത്തെ ശീലങ്ങൾ മറക്കരുതല്ലോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.